അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതിൻ്റെ മുന്നേ തന്നെ മുമ്പ് തന്നെ ഒരു ഇക്വാനനെ വെച്ചിട്ടുണ്ട്. ചെറിയ ഇക്വാന, ഇതിന് വലിയ ഇക്വാന ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഉള്ളത് ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് കൈകൊണ്ട് തലോടലൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഫുൾ ബേർഡ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ പാരറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് പേരറിയില്ല. പിന്നെ ഇച്ചിരി വലുപ്പമുള്ളൊരു പക്ഷിയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിനോട് മറന്നുപോയി. വിളിക്കുന്നത് ജാസു എന്നാണ്. ഞങ്ങൾ ജാസു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതും ഞങ്ങളെ തോളിലൊക്കെ വന്ന് നിന്ന് ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കിളികളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങളെ തോളിലും തലയിലും കയ്യിലൊക്കെ വന്ന് പാറി പറന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൈയിൻ്റെ അടിയിൽ ഇച്ചിരി തീറ്റ കൊടുത്ത് കൈ ഇങ്ങനെ ജസ്റ്റ് വെച്ചപ്പോൾ തന്നെ എല്ലാം കൂടെ വന്നിട്ട് ഞങ്ങളെ മൂന്നാളെയും കയ്യിൽ വന്നിട്ട് കൊത്തി തിന്നായിരുന്നു കേട്ടോ. കുറേ ടൈമായിട്ട് ഞങ്ങൾ കൊത്തി തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ തലയിൽ കുറച്ച് തീറ്റ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഓഗിലേട്ടൻ്റെ പരിപാടിയായിരുന്നു. അപ്പം അതും വന്നിട്ട് അതിങ്ങൾ കുറേ നേരം കൊത്തി തിന്നു. ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്നവരെ ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ബേർഡ്സിനെയും പെറ്റ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഇക്വാനനെ തന്നെ ഏട്ടൻ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഇക്വാനനെ അവസാനം എനിക്ക് ഒന്ന് മേലെടുത്ത് വെക്കണം എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ അതിനെ ഇങ്ങനെ മേലോട്ട് എടുത്ത് വെച്ച്. പക്ഷേ നല്ല പെയിൻഫുള്ളായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് ഈ മുടിയുള്ളത് കാരണം തലയിൽ കൂടെ അത് പറ്റിപ്പൊടിച്ച് പറച്ചൊക്കെയാണ് കയറിയ ആൾ അവിടെ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കയറുമ്പോൾ എനിക്ക് നല്ല പെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. മുടി ഇങ്ങനെ വലിഞ്ഞതിൻ്റെയൊക്കെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ മോന്ത മൊത്തം കുളമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു പാമ്പുണ്ട് പുറത്താണ് വെച്ചിരിക്കുന്നത്, അകത്തോട്ട് കൊണ്ടുവരില്ല. ആ പാമ്പിനെ ഓഗിലേട്ടന് കഴുത്തിൽ കൂടെ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇക്വാനേനെ എൻ്റെ തലയിലും വെച്ച് അത് കഴിഞ്ഞിട്ട് ഓഗിലേട്ടൻ്റെ കഴുത്തിൽ കൂടെ ഒരു പാമ്പിനെയും ചുറ്റി കൊടുത്ത്. പാമ്പിനെ ചുറ്റിയപ്പോൾ തന്നെ ആൾ നന്നായി പേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റും. നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ഓക്കെ ആയി. പിന്നെ പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല പോസിങ്ങൊക്കെ ആയിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം പാമ്പിനെ ചുറ്റാൻ. അങ്ങനെ ഞാനും പാമ്പിനെ കഴുത്തിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും കുറേ പോസൊക്കെ കൊടുത്ത് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ 100 രൂപയുള്ള ടിക്കറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവാട്ടോ. അപ്പോൾ ഇത്രയുള്ള